മന്നവാ മാധവൻ ദ്വാരകാമന്ദിരേ തന്നുട മാതൃപിതൃകളത്രാദിയും സർവസമ്പൽ സമൃദ്ധീകൃതമായിക്കൊണ്ട് സർവേശ്വരൻ വസിച്ചിടുന്ന കാലത്തു സർവദോഷാപഹം എത്രയും പുണ്യമായുർവിയിലന്നു സൂര്യോപരാഗമതും ഉണ്ടായി വരികയാൽ സർവജനങ്ങളും കൊണ്ടാടും പുണ്യപ്രദേശം മഹാതീർത്ഥം. നല്ല സമന്താദി പഞ്ചകം ബുക്കിതു ചൊല്ലുവൻ കേൾ സമന്ത പഞ്ചകോദ്ഭവം. മുന്നം ഭൃഗുകുലം തന്നിൽ മഹാബലൻ വന്നു പിറന്നു പരശുധരനിഹ കൊന്നിതു 7 വട്ടം നൃപകുലം. അന്നു തത് രക്തജലത്തിനാൽ തീർത്തിതു വന്ദിതം 5 ഹൃദം. അതിൽ രാമനും തന്നുട മാനസവൈരമകറ്റുവാൻ നന്നായതിൽ കുളിച്ചാശു താൽപര്യമായി നാനാമുനിസുരന്മാർക്കും പിതൃക്കൾക്കും സർവൈക സമ്മതം തർപ്പണം ചെയ്തിത്. ഭൂവരന്മാരെ കൊല ചെയ്ത കൽമഷം തീരുവാനായിട്ടു യജ്ഞങ്ങളും ചെയ്ത് പാരം നഖം കളഞ്ഞങ്ങനെ തുഷ്ടനായി ഇങ്ങനെയുള്ള തീർത്ഥങ്ങളതാകയും മംഗലരാമൻ ജഗൽപതി തന്നുടെ നിർമ്മിതം. അതീർത്ഥമാകയാലും ഭുവി നിർമ്മല തീർത്ഥങ്ങളിൽ ഇതു മുഖ്യമാം. ഇത്തരമോർത്തു സമസ്ത ജനങ്ങളും ചിത്തമോദാൽ ഭക്തി കൈക്കൊണ്ടു മുന്നമേ സൂര്യോപരാഗം കരുതി സമന്തപൂർവാര്യമാം പഞ്ചകതീർത്ഥമാടിയിടുവാൻ കാത്തിരിക്കുന്ന സകലരുമന്നാളിൽ ചിത്തമോദേന വന്ന് എത്തിത്തുടങ്ങിനാർ. നാനാമുനികളും വിപ്രരും സന്യാസി മാനവവീരരും ദ്രോണർ ഭീഷ്മാദിയും കൗരവന്മാരും യദുവരന്മാരുമായി പാരാത കൃഷ്ണനും പാണ്ഡവവീരരും മാധവ പത്നിമാർത്തൽ സഖീവൃന്ദവും മാധവതാത സഹോദരി പാഞ്ചാലി ഗാന്ധാരിയും അവർ സംബന്ധിവർഗവും ബാന്ധവമോടു മറ്റുള്ള നൃപാങ്കനമാരും ധരണീസുര സ്ത്രീജനങ്ങളും പാരം ആനന്ദേന ഗോപാല ഗോകുല നാനാജനങ്ങൾ ശകടരഥത്തിലും ആന കുതിരയാന്തോളത്തിലേറിയും വൈശ്യശൂദ്രാദി സമസ്തവർഗങ്ങളും വിശ്വൈക സമ്മതം തീർത്ഥാന്തികം ബുക്കു വേണ്ടും ധനങ്ങളെടുപ്പിച്ചു മോദേന വേണ്ടുന്ന ഭൂഷണമെല്ലാം അണിഞ്ഞിട്ടു നാനാരസമേള കോലാഹലത്തോടും ആനന്ദമോടു പരക്കെ നിറഞ്ഞിത്. ദേവകൾ ദേവാംഗനമാരുമായി ചെന്നേവരും അമ്പരേ വാണിതു മോദേന. സർവരും അപ്പോൾ ഭൃഗുവര തീർത്ഥത്തിൽ സർവദോഷാപഹം സ്നാനവും ചെയ്തത് നന്നായി ഉപവാസവും ചെയ്ത് സർവരും വന്ദിച്ചവരവർക്കാം വണ്ണമുള്ള ദാനങ്ങൾ ചെയ്തിത്. ഭൂസുരന്മാർക്കവർ ആനന്ദമോടെ ചെയ്യുന്നു ചിലർ ദാനം വിത്തം അനവധി രത്നം അനവധി ചിത്തശുദ്ധ്യാ പശുവാരണാശ്വങ്ങളും വസ്ത്രത്തിലാദി സകലദാനങ്ങളും അത്ര ഓരോ തരം ചെയ്ത അഖശോഷണം ചെയ്തവർ പിന്നെ ഭുജിച്ചു സകലരും മോദിച്ചു തന്നുടെ ബന്ധുക്കളെ കണ്ടാർ.
ഏറിയ കാലമായി കാണാതിരിക്കയാലേറിയ മോദാൽ പുണർന്നതിമോദമോടശ്രുക്കൾ വീഴ്ത്തി കുശലങ്ങളാദിയെ കണ്ട നാളാദിനം അന്തമായി ചെയ്തു വസിക്കുന്ന നേരത്തു കുന്തിയും പെയ്ത മോദേന വസുദേവയാദവം കണ്ട് വൃത്താന്തം പറഞ്ഞിതം ചൊല്ലിനാൾ. ഉത്തമനാം നീ മമ സുതന്മാരെയും ഉൾത്താരിലെന്നെയുമോരാതെ പോയിതോ നിൻ സഹജസുത പൗത്രാദികളോടു നൽ സുഖത്തോടും വസിക്കുന്നതില്ലയോ? സോദരി തന്നെ പിതൃജനമാദിയായി സാദരം നിർഭാഗ്യകാലേ മറക്കുമോ? ഇത്തരം കുന്തി പറഞ്ഞത് കേട്ടോരു ബുദ്ധിമാനായ വസുദേവറം നേരമശ്രുഗണങ്ങളും വാർത്തു പറഞ്ഞത്, അശ്രാന്തഖേദമരുത് നിൻ മനസേ, എന്നോട് സോദരി ആര്യയാകും നിന്നെ എന്നുമേ ഞാൻ മറന്നിടുകയില്ലല്ലോ. പാരുഷ്യമെന്നിൽ നിനക്കു ഭവിക്കൊല, ചാരുശീലേ വിധി കൽപ്പിതമൊക്കെയും എന്നു പറഞ്ഞു വസുദേവർ കുന്തിതൻ ഖിന്നഭാവം കളഞ്ഞുള്ളം തെളിയിച്ചു. പിന്നെ യദുജന കൗരവന്മാരെയും സാദരം പൂജിച്ച് സലാപവും ചെയ്തു. ചെന്താമരാക്ഷനോടൊന്നിച്ച് സൗഖ്യമായി സന്തതം വാഴുന്ന യാദവ വീരരെ സർവജനങ്ങളുമേറ്റം പുകഴ്ത്തിനാർ. സമ്മോദമോടധനന്ദനുമന്നേരം വന്നോരാനന്ദേന വേഗാൽ യദുക്കളെ ചെന്നു കണ്ടു. വസുദേവനതു നേരമാമോദമോടു തന്നാത്മസമനായ നന്ദനെ ചെന്നു പുൽകീടിനാനാസ്ഥയ. രാമനും കൃഷ്ണനുമേറ്റമാനന്ദേന സാമോദമായി വന്ദിച്ചിതു നന്ദനെ. അപ്പോഴേ നന്ദനും നന്ദനന്മാരെയും ഉൾപ്പുളകാങ്കേന ആശ്ലേഷവും ചെയ്തു തൻ്റെ മടിയതിൽ വെച്ചോരനന്തരം തൻ്റെ ജനനിയെ വന്ദിച്ചു. വൈകാതെ നന്ദനന്മാരെ യശോദയും പുൽകിനാളപ്പോൾ. യദുകുല നാരീജനങ്ങളും ഉൾപ്രേമമോടെ യശോദയെ തൽക്ഷണം സൽക്കരിച്ച് ആശുകുശലം വിചാരിച്ചു. തൽക്ഷണം അങ്ങനെ രോഹിണിയാദികൾ സാരസനേത്രൻ കഥകളോരോതരം പരമാനന്ദേന ചൊല്ലി. വസുദേവർ നന്ദനും ഒന്നിച്ചു വാണാറതങ്ങനെ. പിന്നെ ഹൃദയത്തിലേറിയ ശോകേന മുന്നം പിരിഞ്ഞുള്ള ഗോപികമാരവർ തന്നുള്ളിലുള്ള മോദക്ലേശ വിഭ്രമാൽ ചെന്താമരാക്ഷൻ മുഖാംബുജവും പാർത്തു സന്തോഷമോട് നേത്രാംബു തൂകിക്കൊണ്ടു നിന്നാരതു കണ്ടു ഭക്താർത്തിനാശനം ചെന്നിതു ഗോപികമാരുടെ സന്നിധൗ. വന്ദനീയൻ മോദഹാസ സംയുക്തനായി നല്ല കുശലം അവരോടു ചൊല്ലിനാൻ. മല്ലാരി പിന്നെ വിജനവനാന്തരെ പുണ്യമിയെന്നുള്ള തൻ്റെ തരുണിമാർ തന്നെ മോദേന പുണർന്നു ജനാർദ്ദനൻ. അപ്പോൾ അവർകളും മാധവ സങ്കേന സൽപ്രഭാവാനന്ദ സിന്ധൗ മുഴുകിനാർ.